ഹലോ, വീക്കെൻഡ് ആയതുകൊണ്ട് സഫ നാട്ടിൽ പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് റൂമിലിരുന്ന് ബോറടിക്കാനും തുടങ്ങി. എന്നാ പിന്നെ ഹോസ്റ്റൽ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങാന്ന് കരുതി. നമ്മുടെ ഹോസ്റ്റലിൽ ഒരു ചെറിയ മുന്തിരിത്തൈ ഉണ്ട്. അതിൽ അത്യാവശ്യം മുന്തിരി എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയി അതൊന്ന് ഓരോന്ന് പറിച്ചു കഴിക്കലാണ് എന്റെ മെയിൻ പരിപാടി. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയി നമ്മുടെ സിസ്റ്ററിന്റെ പച്ചക്കറി തോട്ടത്തേക്കാം. മഴ പെയ്തുകൊണ്ട് തക്കാളി ഒക്കെ നാശമായിപ്പോയി. എന്നാ പിന്നെ ബാക്കിയുള്ളത് നാശാവുന്നതിന് മുമ്പ് പറിച്ച് സിസ്റ്റിന് കൊടുക്കാന്ന് കരുതി. അങ്ങനെ അവിടെയുള്ള സകലമായ തക്കാളി ഞാൻ പറക്കിയെടുത്തു. നമുക്കിത് ഇത്രയും കിട്ടി. കുറേയൊക്കെ നാശമായും പോയി. പിന്നെ അതെന്ന് പറഞ്ഞെടുത്ത് ഞാൻ കഴുകി കഴിക്കുകയും ചെയ്തു. ദേ ഒരു ഓമക്കായ മരം, അതിൽ 2 പഴുത്തു നിൽക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അതങ്ങ് പറിച്ചെടുത്ത്. അല്ലെങ്കിൽ കുരങ്ങന്മാര് കൊണ്ടുപോകും. അതിന് നല്ലത് ഞാൻ പറിക്കണതാണല്ലോ. ഇതിന് ഓരോ നാട്ടിലും ഓരോ പേരാ. തൃശ്ശൂർ ഇതിന് ഓമക്കായ എന്ന് പറയും. ഇവിടെ വന്നപ്പോൾ ഇതിനെ കർമൂസ, കപ്ലങ്ങ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ക്യാരറ്റിന്റെ ചെടി. ഇതാണ് അതിന്റെ പൂവ്. എനിക്ക് കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് അതൊന്ന് പറിച്ചു നോക്കാതെ കരുതി. കാണുന്ന പോലെയല്ല, നല്ല പാടായിരുന്നു. അയ്യോ, ഇതിനകത്ത് ഒന്നുമില്ലല്ലോ. പറ്റിച്ചോ നമ്മളെ? ഇത് വെറും കാര്യമാണ്. സംഭവം ചെടി കണ്ടപ്പോ ഞാൻ എന്തൊക്കെയോ അങ്ങ് പ്രതീക്ഷിച്ചു പോയി. പിന്നെ കിട്ടിയ കുറച്ചെടുത്ത് ഞാൻ അങ്ങ് കഴുകി കഴിച്ചു. എന്നിട്ട് ചെടി വീണ്ടും അവിടെ തന്നെ കുത്തിയിടും ചെയ്തു. അത് കഴിഞ്ഞപ്പോ ദേ നിൽക്കുന്ന നമ്മുടെ ചോളം. പക്ഷെ അത് മൂത്തിട്ടില്ല, അതുകൊണ്ട് കഴിക്കാനും പറ്റില്ല. സോ സാഡ്. പിന്നെ കുറേ പച്ചമുളക് ചെടി ഉണ്ടായിരുന്നു. അതിലെല്ലാം ഇഷ്ടം പോലെ പച്ചമുളക് ഉണ്ടായിരുന്നു. ഇത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനെ ഞാൻ വെറുതെ വിട്ടിട്ടു. പിന്നെ കുറേ ചുവന്ന ചീരയുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് എന്തോ ഒരു പ്രത്യേകതരം പച്ചച്ചീരയാണെന്നാണ് സിസ്റ്റർ പറയുന്നത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പറിച്ചുണ്ടാക്കി തരാറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.